ഹലോ, ഇന്ന് നമുക്ക് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോവാം. തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ, ഗാപ്പ്. ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് refers to the rules or guidelines adopted for recording and reporting of business transactions in order to bring uniformity in the preparation and presentation of financial statement. അപ്പോൾ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് റൂൾസും ഗൈഡ് ലൈൻസും ഒക്കെയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനെ റിപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസും ഗൈഡ് ലൈൻസുമാണ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇതെന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് യൂണിഫോം ആവാനായിട്ട്. അപ്പോൾ യൂണിഫോം ആവുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഒരു എല്ലാ കമ്പനികളുടെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഡിഫറെൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്കതിനെ കമ്പയർ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അപ്പോൾ അത് യൂണിഫോം ആയിക്കഴിഞ്ഞാൽ നമുക്ക് കമ്പാരിസൺ എളുപ്പമായിരിക്കും. ഒരു കമ്പനിയുടെ തന്നെ പല പല ഇയേഴ്സിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വേറൊരു കമ്പനിയായിട്ട് നമുക്ക് കമ്പയർ ചെയ്യണമെങ്കിലൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂണിഫോം ആണെങ്കിലാണ് പറ്റുള്ളൂ. അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസിനെയാണ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ബേസിക് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പൊതുവേ നമുക്ക് എക്സാംസിനൊക്കെ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇത് നമ്മൾക്ക് എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിനകത്ത് കുറേ ഉണ്ട്. ഒന്ന് ബിസിനസ് എൻറ്റിറ്റി, മണി മെഷർമെൻറ്റ്, ഗോയിങ് കൺസേൺ, അക്കൗണ്ടിങ് പീരീഡ്, കോസ്റ്റ് കൺസെപ്റ്റ്, ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്, റവന്യൂ റെക്കഗ്നിഷൻ, മാച്ചിങ്, ഫുൾ ഡിസ്ക്ലോഷർ, കൺസിസ്റ്റൻസി, കൺസർവേറ്റിസം, മെറ്റീരിയാലിറ്റി, ഒബ്ജക്റ്റിവിറ്റി, അങ്ങനെ കുറച്ച് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് ഉണ്ട്. ഇനി നമുക്കതിനെ ഓരോന്നിനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. എന്തായാലും അറിഞ്ഞിരിക്കേണ്ടതാണ്. എല്ലാ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്നതാണ്. 1 മാർക്കിനായിട്ടാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ മാത്സ് ഫോളോയിങ്ങിലാണെങ്കിലും അങ്ങനെയൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ദ കൺസെപ്റ്റ് ഓഫ് ബിസിനസ് എൻറ്റിറ്റി അസ്യൂംസ് ദാറ്റ് ബിസിനസ് ഹാസ് എ ഡിസ്റ്റിൻക്റ്റ് ആൻഡ് സെപ്പറേറ്റ് എൻറ്റിറ്റി ഫ്രം ഇറ്റ്സ് ഓണർ. ഇറ്റ് മീൻസ് ദാറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് അക്കൗണ്ടിംഗ് ദ ബിസിനസ് ആൻഡ് ഇറ്റ്സ് ഓണർ ആർ ടു ബി ട്രീറ്റഡ് ആസ് 2 സെപ്പറേറ്റ് എൻറ്റിറ്റീസ്. അപ്പോൾ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിൽ പറയുന്നത് ഇതാണ്, നമ്മൾ ബിസിനസ്സിനെയും അതുപോലെ അതിൻ്റെ ഓണർ എന്ന് പറഞ്ഞാൽ അതിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആളെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അതെന്തിനാണ്? അക്കൗണ്ടിങ്ങിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ്. കാരണം നമ്മളിപ്പോൾ ബിസിനസ്സിനെയും ഓണറിനെയും ഒരുമിച്ചാണ് നമ്മൾ അവരുടെ അക്കൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റോ ലോസോ, ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റോ ലോസോ കറക്റ്റായിട്ട് നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ പറ്റണമെന്നില്ല. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം എന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബിസിനസ്സിനെയും നമ്മൾ ഓണറിനെയും സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു കൺസെപ്റ്റാണ് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. ദ കൺസെപ്റ്റ് ഓഫ് മണി മെഷർമെൻറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഓൺലി ദോസ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഹാപ്പനിങ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി സച്ച് ആസ് സെയിൽ ഓഫ് ഗുഡ്സ് ഓർ പേയ്മെൻറ്റ് ഓഫ് എക്സ്പെൻസസ് ഓർ റെസിപ്റ്റ് ഓഫ് ഇൻകം എക്സെട്ര ആർ ടു ബി റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. മണി മെഷർമെൻറ്റ് കൺസെപ്റ്റിൽ പറയുന്നത് ഇതാണ്, നമ്മൾ ബിസിനസ്സിൽ ഉണ്ടാവുന്ന ട്രാൻസാക്ഷൻസ് നമുക്ക് അതിനെ മോണിറ്ററി ടേംസിൽ അളക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മണിയുടെ ടേംസിൽ അളക്കാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസിനെ മാത്രമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ. അതായത് അതിന് എക്സാമ്പിളാണ് ഇപ്പോൾ സെയിൽ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഓഫ് എക്സ്പെൻസ്, എന്തെങ്കിലും ഇൻകം റിസീവ് ചെയ്തു, അതിനൊക്കെയാണ് നമുക്ക് ബുക്സിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മോണിറ്ററി ടേംസിലുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കുള്ളൂ എന്നാണ് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റിൽ പറയണത്. അപ്പോൾ ഇതിലിപ്പോൾ നോൺ മോണിറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ എംപ്ലോയീസിൻ്റെ പെർഫോമൻസ്, അതൊന്നും നമ്മൾക്ക് മണിയുടെ ടേംസിൽ അളക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ അതൊന്നും നമുക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ ക്വാളിറ്റിയൊക്കെ നമുക്ക് മണി ടേംസിൽ അളക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ മണി ടേംസിൽ അളക്കുന്ന കാര്യങ്ങൾ മാത്രമേ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കാനായിട്ട് പാടുള്ളൂ. നെക്സ്റ്റ് ഒരു കൺസെപ്റ്റാണ് ഗോയിങ് കൺസേൺ. The concept of going concern assumes that a business firm would continue to carry out its operation indefinitely, that is for a fairly long period of time, and would not liquidate in the foreseeable future.
അപ്പോൾ കൺസെപ്റ്റ് ഓഫ് ഗോയിങ് കൺസേൺ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ബിസിനസ് കുറേ കാലം കണ്ടിന്യൂ ചെയ്യും എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിൻ്റെ ഓപ്പറേഷൻസ് ചെയ്യുക. അതല്ലാതെ ഇപ്പോൾ ഏതെങ്കിലും കുറച്ച് അടുത്ത് തന്നെ ലിക്വിഡേറ്റ് ചെയ്യും എന്ന രീതിയിലായിരിക്കില്ല നമ്മൾ അതിൻ്റെ ഓപ്പറേഷൻസ് ചെയ്യണത്. കുറേ കാലം ബിസിനസ് നീണ്ടു പോകും എന്ന രീതിയിലായിരിക്കണം നമ്മൾ അതിൻ്റെ ഓപ്പറേഷൻസ് കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റീസ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യേണ്ടത്. അടുത്തൊരു കൺസെപ്റ്റാണ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. Accounting period refers to the span of time at the end of which the financial statement of an enterprise are prepared to know whether it has earned profit or incurred loss during that period and what exactly is the position of assets and liabilities at the end of the period. അപ്പോൾ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലയളവിനെയാണ് പറയുന്നത്. അതെപ്പോഴാണ് ഒരു എൻ്റർപ്രൈസ് അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു കാലയളവിനെയാണ് പറയുന്നത് അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി നമ്മുടെ ഒരു അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 April to 31 March ആണ് പൊതുവേ അക്കൗണ്ടിങ് പീരീഡായിട്ട് എടുക്കാറ് കമ്പനികൾ. അപ്പോൾ 31 March നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു കാലയളവ് 1 April to 31 March വരെയുള്ള ഒരു കാലയളവിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു പീരീഡിന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് ആണ് നമ്മൾ ആ ഒരു ഇയറിൽ എന്താണ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തുക. അതുപോലെ ആ ഒരു 31 March തന്നെ ആയിരിക്കും നമ്മൾ ഇപ്പോൾ എന്തൊക്കെ അസറ്റ്സ് ഉണ്ട് എന്തൊക്കെ ലയബിലിറ്റീസ് ഉണ്ട് അതിൻ്റെ പൊസിഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തുക ഈ ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ ആയിരിക്കും. അപ്പോൾ അതാണ് അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. നമ്മളൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ഏത് കാലയളവിലേക്കാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് അതിനെയാണ് അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. പൊതുവേ ഉള്ള അക്കൗണ്ടിങ് പീരീഡാണ് 1 April to 31 March. അടുത്തൊരു കൺസെപ്റ്റാണ് കോസ്റ്റ് കൺസെപ്റ്റ്. Cost concept require that all assets are to be recorded in the books at the purchase price, which include cost of acquisition, transportation, installation, and making of asset ready to use. The concept of cost is historical in nature. Important limitation of historical cost basis is that it does not show the true worth of the business and may leads to hidden profit. അപ്പോൾ കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന എല്ലാ അസറ്റ്സും അതിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അതിനെ റെക്കോർഡ് ചെയ്യേണ്ടത് അതിൻ്റെ പർച്ചേസ് പ്രൈസിലായിരിക്കണം, അതല്ലാതെ അതിൻ്റെ മാർക്കറ്റ് പ്രൈസിലാവരുത്. അപ്പോൾ പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് അതിനെ പർച്ചേസ് ചെയ്തപ്പോൾ ഉണ്ടായിരിക്കുന്ന കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, അതായത് നമുക്ക് പർച്ചേസ് ചെയ്തപ്പോൾ വന്നിരിക്കുന്ന ചിലവ്, പിന്നെ അതിനെ ട്രാൻസ്പോർട്ടേഷൻ, ഇപ്പോൾ ഒരു അസറ്റ് ഒരു മെഷീനറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെ പർച്ചേസ് ചെയ്ത് അതിനെ ഫാക്ടറിയിലേക്കോ ഒക്കെ കൊണ്ടുവരുമ്പോൾ വരുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, അതിൻ്റെ ഇൻസ്റ്റലേഷൻ കോസ്റ്റ്, അതുപോലെ ആ അസറ്റിനെ നമ്മൾ റെഡി ടു യൂസ് ആക്കുമ്പോൾ വന്നേക്കുന്ന എല്ലാ ചിലവുകളും അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്, പർച്ചേസ് പ്രൈസിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ആ പർച്ചേസ് പ്രൈസിലായിരിക്കണം എല്ലാ അസറ്റ്സും ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യേണ്ടതെന്നാണ് കോസ്റ്റ് കൺസെപ്റ്റിൽ പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചറാണ്, അതായത് നമ്മൾ പർച്ചേസ് ചെയ്ത പ്രൈസിലാണ് നമുക്ക് അതിനെ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിനിപ്പോൾ മാർക്കറ്റ് പ്രൈസിൽ എത്ര വില കൂടുതലാണെങ്കിലും കുറവാണെന്നുണ്ടെങ്കിലും നമുക്കതിനെ പർച്ചേസ് ചെയ്ത പ്രൈസ് എത്രയാണോ അതിലാണ് നമുക്കതിനെ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. പർച്ചേസ് നമുക്ക് കോസ്റ്റ് കൺസെപ്റ്റ് ആകുമ്പോൾ അതിൻ്റെ ഒരു മെയിൻ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ട്രൂ വെർത്ത് ചിലപ്പോൾ കാണിക്കില്ല. ഇപ്പോൾ ഒരു ലാൻഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അത് പർച്ചേസ് ചെയ്തപ്പോൾ 5 lakh ആണെന്നുണ്ടെങ്കിൽ അതിന് 5 lakh ആയിട്ട് തന്നെ നമുക്ക് കാണിക്കേണ്ടി വരും. അതല്ല ഇപ്പോൾ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ 10 lakh ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 10 lakh കാണിക്കാൻ പറ്റില്ല. അപ്പോൾ 10 lakh ആയി, ഇപ്പോൾ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 10 lakh ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ അത്രയും പ്രോഫിറ്റ് വരുന്നുണ്ട്. പക്ഷേ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രകാരം നമുക്ക് പർച്ചേസ് പ്രൈസിൽ മാത്രമാണ് അത് കാണിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇനി ഒരു അസറ്റ് അല്ലെങ്കിൽ ഒരു ലാൻഡ് വാങ്ങിച്ചു, അതിന് വാങ്ങിച്ചപ്പോൾ ഒരു 10 lakh ആയിരുന്നു, ഇപ്പോൾ അതിന് കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് 7 lakh ഉള്ളൂന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കൊരു ചെറിയ ലോസ് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് ഈ പറഞ്ഞ മാതിരി കാണിക്കാനായിട്ട് പറ്റില്ല. എത്രയാണോ ഒരു അസറ്റ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ പർച്ചേസ് പ്രൈസ് അത് മാത്രമാണ് നമുക്ക് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ് പ്രകാരം ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് പർച്ചേസ് ഓഫ് ലാൻഡ് എന്ന് പറയുന്നത്. ഇനി പറയാൻ പോകുന്നതാണ് ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. എല്ലാ കൺസെപ്റ്റുകളും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ എന്നൊക്കെ പറയുന്ന ഈ ഒരു കൺസെപ്റ്റ്. ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓർ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിളാണ് ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ്. നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിളാണിത്. ദിസ് കൺസെപ്റ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എവറി ട്രാൻസാക്ഷൻ ഹാസ് ഡ്യുവൽ ഓർ ടു ഫോൾഡ് എഫക്റ്റ് ഓർ ഷുഡ് ബി റെക്കോർഡഡ് ഇൻ
2 places. അപ്പോൾ ഈ കൺസെപ്റ്റ് പ്രകാരം എല്ലാ ട്രാൻസാക്ഷൻസും 2 സ്ഥലത്ത് റെക്കോർഡ് ചെയ്യേണ്ടി വരും. അതായത് അതിന് 2 എഫക്ട്സ് ഉണ്ടാവും. 2 സ്ഥലത്ത് അത് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടി വരും. അറ്റ്ലീസ്റ്റ് 2 അക്കൗണ്ട്സ് വിൽ ബി ഇൻവോൾവ് ഇൻ റെക്കോർഡിംഗ് എ ട്രാൻസാക്ഷൻ. ഒരു ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് അതിൻ്റെ അകത്ത് 2 അക്കൗണ്ട്സ് ഇൻവോൾവ് ആയിരിക്കും. Every transaction will have a receiving aspect and a giving aspect. Receiving aspect of a transaction is called debit and giving aspect of a transaction is called credit. അപ്പോൾ ഓരോ ട്രാൻസാക്ഷൻസിനും ഒരു റിസീവിങ് ആസ്പെക്റ്റ് ഉണ്ടാവും, ഒരു ഗിവിങ് ആസ്പെക്റ്റും ഉണ്ടാവും. ഒരു കാര്യം നമുക്ക് റിസീവ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് എന്തെങ്കിലും തിരിച്ചു കൊടുക്കേണ്ടി വരും. നമ്മൾ ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗുഡ്സ് റിസീവ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് എന്തുണ്ടാവും, ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. അതാണ് ഒരു റിസീവിങ് ആസ്പെക്റ്റും ഒരു ഗിവിങ് ആസ്പെക്റ്റും ഉണ്ടാവും എന്ന് പറയുന്നത്. ഇനി റിസീവ് ചെയ്യുന്ന ആസ്പെക്ട്സിനെ, ഒരു ട്രാൻസാക്ഷൻ്റെ റിസീവിങ് ആസ്പെക്റ്റിനെ നമ്മൾ എന്ത് പറയും, ഡെബിറ്റ് എന്ന് പറയും. നമുക്ക് ഗുഡ്സ് വരുമ്പോൾ ഗുഡ്സിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ആൻഡ് ഗിവിങ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്യാഷ് ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത് ക്യാഷിനാണെന്നുണ്ടെങ്കിൽ ഗിവിങ് ആസ്പെക്റ്റിന് നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യുക. അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ദിസ് കൺസെപ്റ്റ് ഫോംസ് ദ കോർ ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണിത്. ഓക്കെ, ഇനി ഡ്യുവാലിറ്റി principle is commonly expressed in terms of fundamental accounting equation which is as follows. അപ്പോൾ ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് താഴെ കൊടുത്തേക്കുന്നത്, ഫണ്ടമെൻ്റൽ അക്കൗണ്ടിങ് ഇക്വേഷൻ. അപ്പോൾ അത് ആ ഇക്വേഷൻ എന്ന് പറയുന്നത് അസറ്റ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ദിസ് ഇക്വേഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് അസറ്റ് ഓഫ് എ ബിസിനസ് ആർ ഓൾവേസ് ഈക്വൽ ടു ദ ക്ലെയിം ഓഫ് ഇറ്റ്സ് ഓണേഴ്സ് ആൻഡ് ദ ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റി. ക്ലെയിം ഓഫ് ഓണേഴ്സ് ഇസ് ഓൾസോ കോൾഡ് ക്യാപിറ്റൽ ഓർ ഓണേഴ്സ് ഇക്വിറ്റി ആൻഡ് ക്ലെയിം ഓഫ് ഔട്ട്സൈഡേഴ്സ് is also called liabilities or creditors equity. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ബിസിനസ്സിലുള്ള ടോട്ടൽ അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിസിനസ്സിൻ്റെ ടോട്ടൽ ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലിനോട് ഈക്വലൻ്റ് ആയിരിക്കും. ഇനി അതിനകത്ത് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ക്ലെയിം ഓഫ് ഓണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓണേഴ്സ് ഇക്വിറ്റി. ഓണറുടെ കയ്യിൽ നിന്ന് നമ്മൾ ആദ്യം തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ ഓണർ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇടുമല്ലോ, അതിനെയാണ് പറയുന്നത് ക്ലെയിം ഓഫ് ഓണേഴ്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓണേഴ്സ് ഇക്വിറ്റി എന്ന്. ഇനി ക്ലെയിം ഓഫ് ഔട്ട്സൈഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ പുറത്തുള്ള ആളുകൾ, അതാണ് ക്ലെയിം ഓഫ് ഔട്ട്സൈഡേഴ്സ്. അതായത് ലയബിലിറ്റീസ്, ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ലയബിലിറ്റീസ് ആണ്, അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി എന്നൊക്കെയാണ് അതിനെ പറയാം. അപ്പോൾ ഫണ്ടമെൻ്റൽ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, അസറ്റ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അടുത്തൊരു പ്രിൻസിപ്പിളാണ് റവന്യൂ റെക്കഗ്നീഷൻ അല്ലെങ്കിൽ റവന്യൂ റിയലൈസേഷൻ കൺസെപ്റ്റ്. ദ കൺസെപ്റ്റ് ഓഫ് റവന്യൂ റെക്കഗ്നീഷൻ റിക്വയർസ് ദാറ്റ് റവന്യൂ ഫോർ എ ബിസിനസ് ട്രാൻസാക്ഷൻ ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ഓൺലി വെൻ ഇറ്റ് ഈസ് റിയലൈസ്ഡ്. റവന്യൂ ഈസ് അസ്യൂംഡ് ടു ബി റിയലൈസ്ഡ് വെൻ ഗുഡ്സ് ഹാവ് ബീൻ സോൾഡ് ഓർ സർവീസസ് ഹാസ് ബീൻ റെൻഡേർഡ്. അപ്പോൾ ഇതിൽ ഇത്രയേ പറയുന്നുള്ളൂ, ബിസിനസ് ട്രാൻസാക്ഷൻസിൽ നമ്മൾ റവന്യൂ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് റിയലൈസ്ഡ് ആണെങ്കിൽ മാത്രമാണ്, അതായത് നമുക്കത് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് റവന്യൂ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഗുഡ്സ് ഇപ്പോൾ സെയിൽ ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസ് റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ റവന്യൂ റിയലൈസ് ചെയ്തതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യും. അപ്പോൾ ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം, അപ്പോൾ അതിന് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ, ഫസ്റ്റ് എക്സാമ്പിൾ പറയാം. Rent for the month of March 2020 will be taken into the profit and loss account of the financial year ending 31st March 2020 even if it is received in April 2020. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 31st March 2020 എൻഡ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇയറിൽ കിട്ടേണ്ട റെൻ്റായിരുന്നു. അപ്പോൾ ആ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി അക്കൗണ്ടിങ് പീരീഡ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഏപ്രിൽ ടു 31st March ആണ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഏതാണ് ആ ഫിനാൻഷ്യൽ ഇയർ? ഫസ്റ്റ് ഏപ്രിൽ 2019 ടു 31st March 2020 വരെയാണ് ഒരു ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ ആ ഫിനാൻഷ്യൽ ഇയറിൽ റിസീവ് ചെയ്യേണ്ട റെൻ്റായിരുന്നു. ആ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഏറ്റവും ഏറ്റവും അവസാനത്തെ മന്ത് മാർച്ച് മാസത്തിൽ റിസീവ് ചെയ്യേണ്ട റെൻ്റായിരുന്നു. പക്ഷേ റിസീവ് ചെയ്തത് ഏപ്രിലായിരുന്നു, അതായത് പിന്നത്തെ ഫിനാൻഷ്യൽ ഇയറിലാണ് റിസീവ് ചെയ്തത്. പക്ഷേ എങ്കിൽ കൂടെ 31st March 2020 എൻഡ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇയറിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഈ റെൻ്റ് നമ്മൾ റിസീവ് ചെയ്യാനുണ്ട്, അതായത് നമുക്ക് കിട്ടാനുള്ളതായിട്ട് കാണിച്ചിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഈ ഒരു എമൗണ്ട് റിഫ്ലക്റ്റ് ചെയ്യും.
അതല്ലാതെ പിന്നത്തെ ഫിനാൻഷ്യൽ ഇയറിലാണ് റിസീവ് ചെയ്തത്. അതുകൊണ്ട് പിന്നത്തെ ഫിനാൻഷ്യൽ ഇയറിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലല്ല കാണിക്കുക. ഈ ഇയർ ആയിട്ട് റിലേറ്റ് ചെയ്ത ഇൻകം ആയതുകൊണ്ട് തന്നെ അതിന് ഈ ഇയറിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ കാണിക്കും. രണ്ടാമത്തെ ഒരു എക്സാമ്പിളാണ്, ഇഫ് റെൻറ്റ് ഫോർ April 2020 ഈസ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഇൻ March 2020, ഇറ്റ് വിൽ ബി ടേക്കൺ ടു ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് 31st March 2021. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, April 2020 റിസീവ് ചെയ്യേണ്ട റെൻ്റ് ആയിരുന്നു, പക്ഷെ അതിനെ നേരത്തെ റിസീവ് ചെയ്തു. എന്ന് റിസീവ് ചെയ്തു? March 2020 റിസീവ് ചെയ്തു. അപ്പോൾ രണ്ടും രണ്ട് ഫിനാൻഷ്യൽ ഇയർ ആണ്. ശരിക്കും ഈ റെൻ്റ് എന്ന് പറയുന്നത് ശരിക്കും ഈ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഏത് ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് റിലേറ്റ് ചെയ്തതാ? 1st April 2020 to 31st March 2021 ആയിട്ട് റിലേറ്റ് ചെയ്ത റെൻ്റ് ആയിരുന്നു. പക്ഷെ അത് കിട്ടിയേക്കുന്നത് March 2020 അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പത്തെ ഫിനാൻഷ്യൽ ഇയറിൽ റിസീവ് ചെയ്തു. പക്ഷേ മുമ്പ് റിസീവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത് ഈ ഇയറിലെ ഫിനാൻഷ്യൽ ഇയറിലെ ഇൻകമായിട്ട് നമ്മൾ കാണിക്കില്ല. അടുത്ത ഫിനാൻഷ്യൽ ഇയറിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ആ ഇൻകം കാണിക്കുള്ളൂ. അതാണ് ആ എക്സാമ്പിൾ. അപ്പോൾ റവന്യൂ റെക്കഗ്നിഷൻ അല്ലെങ്കിൽ റവന്യൂ റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എപ്പോഴാണോ റിസീവ് ചെയ്യുന്നത് അതിനെ നമ്മൾ ആ സമയത്ത് കാണിക്കും. പക്ഷേ ചില സമയത്ത് നമ്മൾ സർവീസ് റെൻഡർ ചെയ്തു അല്ലെങ്കിൽ ഗുഡ്സ് നമ്മൾ വിറ്റു, അപ്പോൾ അത് നമ്മൾ കിട്ടിയതായിട്ട് കാണിക്കും അല്ലെങ്കിൽ കിട്ടാനുള്ളതായിട്ട് നമ്മളത് കാണിക്കും. ഇനി പറയുന്നത് എക്സെപ്ഷൻ ടു ജനറൽ റൂൾ ഓഫ് റവന്യൂ റെക്കഗ്നിഷൻ. അല്ല, ആദ്യം പറയുന്നത് ഇൻ കേസ് ഓഫ് കോൺട്രാക്ട് ലൈക്ക് കൺസ്ട്രക്ഷൻ വർക്ക് വിച്ച് ടേക്ക് ലോങ് ടൈം, സേ 2 to 3 years to complete, proportionate amount of revenue based on the part of contract completed by the end of the period is treated as realized. ഇപ്പോൾ കൺസ്ട്രക്ഷൻ വർക്ക് പോലത്തെ എന്തെങ്കിലും ഒരു കോൺട്രാക്ട് വർക്കാണ്, 2-3 കൊല്ലമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അതിനും കൂടുതലൊക്കെ ഉള്ള ഒത്തിരി വലിയ കുറേ ടൈം എടുക്കുന്ന ഒരു വർക്കാണെന്നുണ്ടെങ്കിൽ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് ഓഫ് റവന്യൂ. ഇനി എക്സെപ്ഷൻ ടു ജനറൽ റൂൾ ഓഫ് റവന്യൂ റെക്കഗ്നിഷൻ. In case of contracts like construction work which take a long time, say 2 to 3 years to complete, proportionate amount of revenue based on the part of contract completed by the end of the period is treated as realized. ഇനി എന്തെങ്കിലുമൊക്കെ ഒരു കൺസ്ട്രക്ഷൻ വർക്കൊക്കെ പോലെ ഒരു കോൺട്രാക്റ്റ്, അങ്ങനത്തെ കോൺട്രാക്റ്റ് വർക്കുകൾ ഇപ്പോൾ കുറച്ചധികം ടൈം എടുക്കുന്ന വർക്കുകളാണെന്ന് വിചാരിക്കാം. കുറേ വർഷങ്ങളുടെ അല്ലെങ്കിൽ ഇപ്പോൾ 2 to 3 years അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ എടുക്കുന്ന ഒരു വലിയൊരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ വലിയൊരു കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ കൊല്ലത്തിൻ്റെ അവസാനവും ആ കോൺട്രാക്റ്റിൻ്റെ എത്ര ഭാഗം കംപ്ലീറ്റ് ആയി അത്രയും ഭാഗത്തിൻ്റെ റവന്യൂ ആയിരിക്കും നമ്മൾ റിയലൈസ് ചെയ്യുന്നുണ്ടാവുക. ഒറ്റയടിക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ ഫുൾ എമൗണ്ട് റിയലൈസ് ചെയ്യല്ല ചെയ്യുക. ആ പ്രപ്പോർഷൻ ഓഫ് വർക്ക് കംപ്ലീറ്റഡ്, ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ പ്രപ്പോർഷൻ്റെ ബേസിസിൽ ആയിരിക്കും റവന്യൂ റിയലൈസ് ചെയ്യാം. രണ്ടാമതായിട്ട്, വെൻ ഗുഡ്സ് ആർ സോൾഡ് ഓൺ ഹയർ പർച്ചേസ് ദ എമൗണ്ട് ഈസ് കളക്റ്റഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ് ഈസ് ട്രീറ്റഡ് ആസ് റിയലൈസ്ഡ്. ഹയർ പർച്ചേസിൽ ഇപ്പോൾ ഗുഡ്സ് ഏതെങ്കിലുമൊക്കെ നമ്മൾ സെയിൽ ചെയ്തു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ ഇൻസ്റ്റാൾമെൻറ്റിനും എത്ര പൈസ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചിട്ടായിരിക്കും അത് റിയലൈസ് ചെയ്തതായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാം. അടുത്തൊരു കൺസെപ്റ്റാണ് മാച്ചിങ് കൺസെപ്റ്റ്. The process of ascertaining the amount of profit earned or loss incurred during a particular period involve deduction of related expenses from the revenue earned during that period. Matching concept emphasizes exactly on this aspect. It states that expense incurred in an accounting period should be matched with the revenue during that period. The matching concept thus implies that all the revenue earned during an accounting year, whether received during the year or not, and all the costs incurred, whether paid during the year or not, should be taken into account while ascertaining the profit or loss for that year. അപ്പോൾ മാച്ചിങ് കൺസെപ്റ്റിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു പീരീഡിലത്തെ ഇൻകം, ഒരു അക്കൗണ്ടിങ് പീരീഡിലെ ഇൻകം നമ്മൾ എത്രയാണെന്നുള്ളത് അസർട്ടൈൻ ചെയ്യുന്ന സമയത്ത് ആ പീരീഡിൽ ആ ഇൻകം നമ്മൾ ഏൺ ചെയ്യാനായിട്ട് വന്നേക്കുന്ന എക്സ്പെൻസുകൾ എല്ലാം തന്നെ അതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് അതിൽ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് കണ്ടെത്താനായിട്ട് പറ്റുക. അതാണ് മാച്ചിങ് കൺസെപ്റ്റ് പറയുന്നത്. അതിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു ഇയറിലെ ഇൻകം എന്ന് പറയുന്നത് ആ ഇയറിലെ എക്സ്പെൻസായിട്ട് നമ്മൾ മാച്ച് ചെയ്ത് പോകണം. ഇനി ആ ഇൻകം എന്ന് പറയുന്നത്
പറയുന്നത് ചിലപ്പോൾ കിട്ടിയ ഇൻകം ആയിരിക്കാം, ചിലപ്പോൾ റിസീവ് ചെയ്തേക്കുന്ന ഇൻകം ആയിരിക്കാം, ചിലപ്പോൾ റിസീവ് ചെയ്യാനുള്ള ഇൻകം ആയിരിക്കാം. ചിലപ്പോൾ ഇയറിൽ റിസീവ് ചെയ്യണമായിരുന്നു പക്ഷേ കിട്ടിയില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇൻകം കൺസിഡർ ചെയ്യും. അതുപോലെ ചില കോസ്റ്റുകൾ, എക്സ്പെൻസുകൾ നമ്മൾ ചിലപ്പോൾ പേ ചെയ്തിട്ടുണ്ടാവില്ല. പെയ്ഡ് ആയിട്ടുള്ള എക്സ്പെൻസും ഉണ്ടാവും, പേ ചെയ്യാനുള്ള എക്സ്പെൻസ് ഉണ്ടാവും. ആ എക്സ്പെൻസുകൾ നമ്മൾ ഇതിനകത്ത് കൺസിഡർ ചെയ്യും. അതാണ് പറയുന്നത് ദ മാച്ചിങ് കൺസെപ്റ്റ് ദസ് ഇംപ്ലൈസ് ദാറ്റ് ഓൾ ദ റവന്യൂ ഏൺഡ് ഡ്യൂറിങ് ആൻ അക്കൗണ്ടിങ് ഇയർ വെദർ റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ ഓർ നോട്ട്, റിസീവ് ചെയ്തതായിരിക്കാം ആ ഇയറിൽ അല്ലെങ്കിൽ ഇല്ലാത്തതായിരിക്കാം. ആൻഡ് ഓൾ ദ കോസ്റ്റ് ഇൻകേർഡ് വെദർ പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ ഓർ നോട്ട്, കോസ്റ്റുകൾ നമ്മൾ പേ ചെയ്തതായിരിക്കാം, പേ ചെയ്യാനുള്ളതായിരിക്കാം, രണ്ടും നമ്മൾ ഇതിനകത്ത് കൺസിഡർ ചെയ്യും. എന്നിട്ടാണ് നമുക്കൊരു ഇയറിലത്തെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് കണ്ടെത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു ഇയറിലെ ഇൻകവും അതിൻ്റെ എക്സ്പെൻസും തമ്മിൽ മാച്ച് ചെയ്യണം. അടുത്തൊരു കൺസെപ്റ്റാണ് ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ്. Financial statements are the basic means of communicating financial information to all interested parties. Therefore, financial statements should make a full, fair, and adequate disclosure of all information which is relevant for taking financial decision. The principle of full disclosure requires that all material and relevant facts concerning a financial performance of an enterprise must be fully disclosed in the financial statement and their accompanying footnotes. This helps the user to make correct assessment about the profitability and financial soundness of an enterprise and help them to take informed decisions. ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ് പറയുന്നത് ഇതാണ്. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബിസിനസ്സിൻ്റെ ഇൻട്രസ്റ്റഡ് യൂസേഴ്സിന് ആ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ട്രൂ ആയിരിക്കണം, ഫെയർ ആയിരിക്കണം, കംപ്ലീറ്റും ആയിരിക്കണം. അപ്പോൾ അതാണ് ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റിൽ പറയുന്നത്. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ റെലവൻറ്റ് ഫാക്ട്സും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഇൻട്രസ്റ്റഡ് യൂസേഴ്സിന് ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് ഡിസിഷൻസ് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ബാങ്ക്, ഗവൺമെൻറ് ഒക്കെയാണ്. അതിന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. അപ്പോൾ ഇൻട്രസ്റ്റഡ് യൂസേഴ്സിന് ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാനായിട്ട് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ റെലവൻറ്റ് ഫാക്ട്സും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം. അതാണ് ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റിൽ പറയുന്നത്. എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യണം, അതാണ് ചുരുക്കം. അടുത്തൊരു പ്രിൻസിപ്പിളാണ് കൺസിസ്റ്റൻസി കൺസെപ്റ്റ്. The accounting informations provided by the financial statement would be useful in drawing conclusions regarding the working of an enterprise only when it allows comparison over a period of time as well as with the working of other enterprises. Thus, both interfirm and inter-period comparison are required to be made. This can be possible only when accounting policies and practices followed by an enterprise are uniform and consistent over a period of time. Okay. അപ്പോൾ കൺസിസ്റ്റൻസി കൺസെപ്റ്റിൽ പറയുന്നത് ഇതാണ്. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തിട്ടുള്ള ആ ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ഉപയോഗിച്ചിട്ടാണ് പല ഇൻട്രസ്റ്റഡ് യൂസേഴ്സും അവരുടെ ഡിസിഷൻസ് എടുക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഡിസിഷൻസ് എടുക്കാനും അതുപോലെ കമ്പയർ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻ്റർഫേം കമ്പാരിസൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻ്റർ പീരീഡ് കമ്പാരിസൺ ആയിരിക്കാം. ഇൻ്റർഫേം കമ്പാരിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഫേമുകൾ തമ്മിൽ കമ്പയർ ചെയ്യുക. അതുപോലെ ഇൻ്റർ പീരീഡ് കമ്പാരിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേമിൻ്റെ തന്നെ മുമ്പത്തെ വർഷത്തെ പെർഫോമൻസ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്നതിനാണ് ഇൻ്റർ പീരീഡ് കമ്പാരിസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കമ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മൾ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് പോളിസീസും പ്രാക്ടീസസും എന്തായിരിക്കണം? യൂണിഫോം ആയിരിക്കണം, ഒരുപോലെ ആയിരിക്കണം. ഒരു കൊല്ലം ഒരു തരത്തിൽ അക്കൗണ്ടിങ് ചെയ്തു, പിന്നത്തെ കൊല്ലം വേറൊരു തരത്തിൽ അക്കൗണ്ടിങ് ചെയ്തു കഴിഞ്ഞാൽ ഇൻ്റർ പീരീഡ് കമ്പാരിസൺ ചെയ്യാനായിട്ട് അത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം പലതരം അക്കൗണ്ടിങ് പോളിസീസ് ആകുമ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ഒരു ഫേം ചെയ്യുന്നത് ഒരു തരത്തിൽ, വേറൊരു ഫേം ചെയ്യുന്നത് വേറൊരു തരത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അക്കൗണ്ടിങ് ചെയ്യുന്നത് വേറെ വേറെ തരങ്ങളിലാണെന്നുണ്ടെങ്കിൽ അപ്പോഴും കമ്പാരിസൺ ബുദ്ധിമുട്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അക്കൗണ്ടിങ് പോളിസീസും പ്രാക്ടീസസും ഫോളോ ചെയ്യുമ്പോൾ കൺസിസ്റ്റൻസി വേണം, ഒരുപോലെ ചെയ്യണം, ഓരോ കൊല്ലം മാറി മാറി ചെയ്യാനായിട്ട് പാടില്ല. അടുത്തൊരു കൺസെപ്റ്റാണ് കൺസർവേറ്റിസം കൺസെപ്റ്റ്.
The concept of conservatism requires that profit should not be recorded until realized, but all losses and even those which may have a remote possibility are to be provided for in the books of accounts. This approach of providing for losses but not recognizing gains until realized is called conservatism approach. Example: creating provisions for doubtful debts, writing off intangible assets like goodwill, patent, etc. from the books of accounts. കൺസർവേറ്റിസം കൺസെപ്റ്റിൽ പറയുന്നത് ഇത്രയാണ്. പ്രോഫിറ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഒരു പോസിബിലിറ്റി നമ്മൾ കണ്ടിട്ട് അത് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് പാടില്ല. പ്രോഫിറ്റ് എപ്പോഴാണോ നമ്മൾ റിയലൈസ് ചെയ്യുന്നത് അപ്പോഴാണ് അത് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കാനായിട്ട് പാടുള്ളൂ. പക്ഷേ ലോസ് ഉണ്ടാവുന്ന നമുക്കൊരു പോസിബിലിറ്റി ചെറുതായിട്ടെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കണം. അതിന് എക്സാമ്പിളാണ് പറയുന്നത് ക്രിയേറ്റിംഗ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡെപ്റ്റേഴ്സ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ബിസിനസ്സിലേക്ക് പൈസ തരാനുള്ള ആളുകളെയാണ് ഡെപ്റ്റേഴ്സ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് തോന്നുകയാണ് നമ്മുടെ ഡെപ്റ്റേഴ്സിൻ്റെ ഒരു ശതമാനം വരെ ഒരു പെർസെൻറ്റേജ് ഡെപ്റ്റേഴ്സ് നമുക്ക് പൈസ തരാൻ ചാൻസ് കുറവാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ എന്ത് ചെയ്യണം? ഒരു പ്രൊവിഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രിപ്പയർ ചെയ്യണം. ഇപ്പം നമുക്ക് തോന്നുകയാണ് നമ്മളുടെ ഡെപ്റ്റേഴ്സിൽ ഒരു 5% ആളുകൾ ചിലപ്പോൾ നമുക്ക് 5% ഡെപ്റ്റേഴ്സ് നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല, അവരുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5% ഡെപ്റ്റേഴ്സിൻ്റെ ഒരു 5% നമ്മൾ പ്രൊവിഷനായിട്ട് കണ്ടിട്ട് അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഒരു ലോസായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. അതാണ് കൺസർവേറ്റിസം കൺസെപ്റ്റിൽ പറയുന്നത്. പ്രോഫിറ്റ് റിയലൈസ് ചെയ്താൽ മാത്രമേ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കാൻ പാടുള്ളൂ. പക്ഷേ ലോസ് ഉണ്ടാവാൻ ഒരു പോസിബിലിറ്റി തോന്നുകയാണെങ്കിൽ പോലും അത് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കണം. അടുത്തൊരു കൺസെപ്റ്റാണ് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ്. The concept of materiality requires that accounting should focus on material facts. The materiality of a fact depends on its nature and the amount involved. Any fact would be considered as material if it is reasonably believed that its knowledge would influence the decision of informed users of the financial statement. Example: money spent on creation of additional capacity of a theatre would be a material fact as it is going to increase the future earning capacity of an enterprise. മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റിൻ്റെ ഒരു സിമിലർ ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. പക്ഷേ മെറ്റീരിയാലിറ്റി കൺസെപ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് ഒരു ബിസിനസ്സായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ഫാക്ട്സ് ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അതായത് ആ ബിസിനസ്സായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഫാക്റ്റ് മെറ്റീരിയൽ ആണോ അല്ലെങ്കിൽ അത് റെലവൻ്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ നേച്ചർ നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. അതേപോലെ അതിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള എമൗണ്ട്, അതുപോലെ ആ ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ്, അതായത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇൻട്രസ്റ്റഡ് യൂസേഴ്സിന് ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്റ്റ് ആണോ എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് ഒരു ഫാക്റ്റ് മെറ്റീരിയൽ ആണോ, ഒരു അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് അത് മെറ്റീരിയൽ ആണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ്, ഇപ്പോൾ ഒരു തിയേറ്റർ റിനോവേറ്റ് ചെയ്യാണ്, അതിൻ്റെ ഒരു കുറച്ച് പൈസ അതിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്തു, അതിനൊരു അഡീഷണൽ കപ്പാസിറ്റി കൊണ്ടുവരാനായിട്ട് കുറച്ച് പൈസ സ്പെൻഡ് ചെയ്തു എന്ന് വിചാരിക്കാം. അത് അതിൻ്റെ ഫ്യൂച്ചർ ഏണിംഗ് കപ്പാസിറ്റി കൂട്ടും. അതുകൊണ്ട് തന്നെ എന്താണ്, അതൊരു മെറ്റീരിയൽ ഫാക്റ്റാണ്. പക്ഷേ നമ്മളിപ്പോൾ ഒരു തിയേറ്ററിലേക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു പെന്നൊക്കെ മേടിച്ചു, അതെന്ന് പറയുന്നത് വളരെ ചെറിയൊരു എമൗണ്ടാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് തിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു മെറ്റീരിയൽ ഫാക്റ്റ് അല്ല. എല്ലാ മാസവും പെൻ വാങ്ങുന്നു അങ്ങനെയൊന്നുമില്ല. ഇത് വല്ലപ്പോഴും ഉണ്ടാകുന്ന വളരെ ചെറിയൊരു എമൗണ്ട്, അത് തിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഒരു മെറ്റീരിയൽ ഫാക്റ്റ് അല്ല. പക്ഷേ തിയേറ്ററിൻ്റെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മൾ റിനോവേറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം, അത് അതിൻ്റെ കപ്പാസിറ്റി കൂട്ടും, അതിൻ്റെ ഏർണിംഗ് കപ്പാസിറ്റി കൂട്ടും. അത് ഒരു മെറ്റീരിയൽ ഫാക്റ്റാണ് ഒരു തിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതാണ് മെറ്റീരിയൽ കൺസെപ്റ്റിൽ പറയുന്നത്. ഒരു അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ബിസിനസ്സായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അടുത്തൊരു കൺസെപ്റ്റാണ്, ലാസ്റ്റ് കൺസെപ്റ്റാണ് ഒബ്ജക്റ്റിവിറ്റി കൺസെപ്റ്റ്. ദ കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റിവിറ്റി റിക്വയേഴ്സ് ദാറ്റ് അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻസ് ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ആൻ ഒബ്ജക്റ്റീവ് മാനർ, ഫ്രീ ഫ്രം ബയാസ് of accountants and others. This can be possible when each of the transaction is supported by a verifiable documents or vouchers. Example: cash purchases of materials may be supported by a cash receipt and credit purchase may be supported by a copy of invoice and delivery challan.
ഒബ്ജക്റ്റിവിറ്റി കൺസെപ്റ്റിൽ പറയുന്നത് ഇത്രയാണ്. അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് അതിനകത്ത് എറേഴ്സോ ബയാസസോ ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. എറേഴ്സ് ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? അത് നമ്മൾ ഏതെങ്കിലും ഒരു വെരിഫയബിൾ ഡോക്യുമെൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ വൗച്ചറിനെയോ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൽ എറേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസസ് കുറവാണ്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ക്യാഷ് പർച്ചേസസ് ഒക്കെയാണ് എൻ്റർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ക്യാഷ് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ക്യാഷ് റെസിപ്റ്റ് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ആ റെസിപ്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷനിൽ എന്തുണ്ടാവില്ല? എറർ ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഇപ്പോൾ ക്രെഡിറ്റ് പർച്ചേസസിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ കോപ്പി ഓഫ് ഇൻവോയ്സോ അല്ലെങ്കിൽ ഡെലിവറി ചലാനോ ഒക്കെ എന്താണ്? ഒരു വെരിഫയബിൾ ഡോക്യുമെൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ഡോക്യുമെൻ്റ് വെച്ചാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിങ് ട്രാൻസാക്ഷനിൽ എറർ വരാനുള്ള ചാൻസസ് കുറവാണ്. അപ്പോൾ നമുക്കത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നതെന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാനും പറ്റും. അപ്പോൾ അതാണ് ഒബ്ജക്റ്റിവിറ്റി കൺസെപ്റ്റിൽ പറയുന്നത്. അടുത്തൊരു ടോപ്പിക്കാണ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. 2 സിസ്റ്റംസ് ഓഫ് അക്കൗണ്ടിങ് ആണ് നമുക്കുള്ളത്. ഒന്ന് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്, രണ്ടാമത്തേത് സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ നമുക്കിതൊരു ഡിഫറൻസ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് നമുക്കിത് ഡിഫറൻസ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാലും എഴുതാം. അതുപോലെ ഡബിൾ എൻട്രി സിസ്റ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ താഴെയുള്ള പോയിൻറ്റ്സ് എഴുതാം. സിംഗിൾ എൻട്രി സിസ്റ്റം എന്താണെന്ന് ചോദിച്ചാൽ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ താഴെയുള്ള പോയിൻറ്റ്സ് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെയും മീനിങ് ആയി. അപ്പോൾ നമുക്കിനി അതിൻ്റെ ഡിഫറൻസ് നമുക്ക് നോക്കാം. ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ കീഴിൽ വരുന്ന ഫസ്റ്റത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവൽ ആസ്പെക്ട്. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ഒരു ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. അപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യുവൽ ആസ്പെക്റ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ്. പക്ഷേ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് നോട്ട് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവൽ ആസ്പെക്ട്. അപ്പോൾ ഡ്യുവൽ ആസ്പെക്ട് പ്രകാരമല്ല സിംഗിൾ എൻട്രി സിസ്റ്റം ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റെക്കോർഡ് ബോത്ത് ആസ്പെക്ട്സ് ഓഫ് ട്രാൻസാക്ഷൻ. ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ കീഴിൽ 2 ആസ്പെക്ട്സ് ഓഫ് ട്രാൻസാക്ഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്യും. കാരണം അത് ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ പ്രകാരമാണ് നമ്മളത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് 2 ആസ്പെക്ട്സും റെക്കോർഡ് ചെയ്യും. പക്ഷേ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ കീഴിൽ 2 ആസ്പെക്ട്സും റെക്കോർഡ് ചെയ്യണമെന്നില്ല. ആ ഒരു ബിസിനസ്സിന് ആവശ്യമുള്ള ആസ്പെക്ട് മാത്രമൊക്കെ ആയിരിക്കും അവരത് റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. ഇനി ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കംപ്ലീറ്റ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ആണ്. കാരണം അത് എല്ലാ ആസ്പെക്ട്സും റെക്കോർഡ് ചെയ്യുന്നില്ല. അതിന് വേണ്ട ആസ്പെക്ട്സ് അതിൻ്റെ ബിസിനസ്സായിട്ട് റിലേറ്റ് ചെയ്ത അതിനാവശ്യമുള്ള ആസ്പെക്ട്സ് മാത്രമാണ് അവിടെ റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ഇൻകംപ്ലീറ്റ് സിസ്റ്റം ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇനി ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് ദിസ് സിസ്റ്റം ഇസ് ആക്യുറേറ്റ് ആൻഡ് റിലയബിൾ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ പോയിന്റ്സ് വെച്ച് നോക്കുമ്പോൾ ഡ്യുവൽ ആസ്പെക്റ്റ് ആണ്, എല്ലാ ആസ്പെക്റ്റ് ഓഫ് ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് സിസ്റ്റമാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ആക്യുറേറ്റ് ആണ്, റിലയബിൾ ആണ്. പക്ഷേ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് സിസ്റ്റം ആണെന്നാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അത് റിലയബിളും അല്ല, യൂണിഫോമും അല്ല. കാരണം അതിലെല്ലാ ട്രാൻസാക്ഷൻസിൻ്റെയും എല്ലാ ആസ്പെക്ട്സും റെക്കോർഡ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഒരു പോയിന്റ് ആണ് ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോഡ് ബൈ ബിഗ് ആസ് വെൽ ആസ് സ്മോൾ കൺസേൺ. ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് ബിഗ് ഓർഗനൈസേഷൻസും സ്മോൾ ഓർഗനൈസേഷൻസും ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ്. പക്ഷേ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് സ്മോൾ ഓർഗനൈസേഷൻസ് മാത്രം ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരം നമ്മൾ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ അത് നല്ല ടൈം കൺസ്യൂമിംഗ് ആണ്. അതുകൊണ്ടൊക്കെയാണ് സ്മോൾ ഓർഗനൈസേഷൻസ് സിംഗിൾ എൻട്രി സിസ്റ്റം ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ കീഴിൽ അരിതമെറ്റിക് ഇനാക്യുറസീസ് ഇൻ റെക്കോർഡ് ക്യാൻ മോസ്റ്റ്ലി ബി ചെക്ക് ബൈ പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ്. ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ കീഴിലുള്ള എന്തെങ്കിലും ഇനാക്യുറസീസ് ഒക്കെ വരുന്നുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ആക്യുറസീസ് നമുക്ക് മോണിറ്റർ ചെയ്ത് ചെക്ക് ചെയ്ത് അതിനെ നമുക്ക് എറേഴ്സൊക്കെ റെക്ടിഫൈ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ഓൺലി പേഴ്സണൽ അക്കൗണ്ട് ആൻഡ് ക്യാഷ് ബുക്ക് ഇസ് മെയിൻറ്റെയിൻഡ് അണ്ടർ ദ സിസ്റ്റം. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരം പേഴ്സണൽ അക്കൗണ്ടും ക്യാഷ് ബുക്കും ഒക്കെ മാത്രമാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് ആക്യുറസി ചെക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ മോറോവർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ്. വലിയ ഓർഗനൈസേഷൻസും ചെറിയ ഓർഗനൈസേഷൻസും ഒക്കെ അത് ഫോളോ ചെയ്യുന്നുണ്ട്. ഏറ്റവും ആപ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് പഠിച്ചു, 2 സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് പഠിച്ചു. ഇനി ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ the timing of recognition of revenue and the cost. There can be 2 broad approaches to accounting. These are cash basis and accrual basis.
ഒരു റവന്യൂവിൻ്റെയും കോസ്റ്റിൻ്റെയും ഒക്കെ റെക്കഗ്നൈസ് ചെയ്യുന്ന ആ ഒരു ടൈമിംഗ് അനുസരിച്ചിട്ട് നമ്മൾ 2 തരത്തിൽ അക്കൗണ്ടിങ് ചെയ്യും. ഒന്ന് ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങും ചെയ്യും, അക്രൂവൽ ബേസിസിലും ചെയ്യും. ഇനി ക്യാഷ് ബേസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അണ്ടർ ദ ക്യാഷ് ബേസിസ് റവന്യൂ ആൻഡ് കോസ്റ്റ് ആർ റെക്കഗ്നൈസ്ഡ് വെൻ ഇറ്റ് ഇസ് റിസീവ്ഡ് ഓർ പെയ്ഡ് ആൻഡ് നോട്ട് വെൻ ഇറ്റ് ഇസ് ബിക്കം ഡ്യൂ. ക്യാഷ് ബേസിസ് പ്രകാരം ഒരു റവന്യൂ അല്ലെങ്കിൽ കോസ്റ്റ് റെക്കഗ്നൈസ് ചെയ്യുക എപ്പോഴാണ്? ആ ക്യാഷ് റിസീവ് ചെയ്യും, അല്ലെങ്കിൽ ആ റവന്യൂ റിസീവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ കോസ്റ്റ് പേ ചെയ്യുന്നത് എപ്പോഴോ ആണോ ആ സമയത്താണ് അതിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക. അല്ലാതെ അത് ഡ്യൂ ആയതിൻ്റെ പേരിൽ അതിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യില്ല. ഡ്യൂ ഫോർ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഡ്യൂ ഫോർ റിസീപ്റ്റ് ഒരു ടൈം ആവുന്ന സമയത്തൊന്നും നമ്മളതിനെ റെക്കഗ്നൈസ് ചെയ്യില്ല. ഇനി അക്രൂവൽ ബേസിസ് ആണെങ്കിലോ, അണ്ടർ ദ അക്രൂവൽ ബേസിസ് റവന്യൂ ആൻഡ് കോസ്റ്റ് ആർ റെക്കഗ്നൈസ്ഡ് ഇൻ ദ പീരീഡ് ഇൻ വിച്ച് ദേ ഒക്കർ rather than they are paid. അക്രൂവൽ ബേസിസ് എന്ന് പറഞ്ഞാൽ നേരെ തിരിഞ്ഞു വന്നു. നമ്മൾ ഒരു റവന്യൂ റിസീവ് ചെയ്യേണ്ട സമയം അല്ലെങ്കിൽ കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പേ ചെയ്യേണ്ട സമയം എപ്പോഴാണോ, അതായത് അല്ലെങ്കിൽ അത് എപ്പോഴാണോ ഒക്കർ ചെയ്യേണ്ടിയിരുന്നത് അല്ലെങ്കിൽ അത് എപ്പോഴാണോ ഡ്യൂ ആവുന്നത് ആ ഒരു സമയത്ത് തന്നെ നമ്മളതിനെ റെക്കഗ്നൈസ് ചെയ്ത് കാണിക്കും. പക്ഷേ ക്യാഷ് ബേസിസിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഒരു പേയ്മെൻറ്റ് നമുക്ക് പേ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ റിസീപ്റ്റ് ഉണ്ടാവുമ്പോഴാണ് നമ്മൾ അവിടെ റെക്കഗ്നൈസ് ചെയ്യുക. പക്ഷേ അക്രൂവൽ ബേസിസിൽ ഒരു പേയ്മെൻറ്റ് ചെയ്യേണ്ട സമയം എപ്പോഴാണോ അല്ലെങ്കിൽ ഒരു റെസിപ്റ്റ് കിട്ടേണ്ട സമയം എപ്പോഴാണോ അപ്പോഴാണ് അതിനെ റെക്കഗ്നൈസ് ചെയ്യുക. ഇനി ക്യാഷ് ബേസിസിൻ്റെ കീഴിലുള്ള അടുത്ത പോയിന്റ്, ദിസ് മെത്തേഡ് ഈസ് ഇൻഅപ്രോപ്രിയേറ്റ് ഫോർ മോസ്റ്റ് ഓർഗനൈസേഷൻ ആസ് പ്രോഫിറ്റ് ഇസ് കാൽക്കുലേറ്റഡ് ആസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് മണി ഫോർ ദ ഗിവൺ പീരീഡ് റാദർ ദാൻ ഓൺ ഹാപ്പനിങ് ഓഫ് ദ ട്രാൻസാക്ഷൻ. അപ്പോൾ ക്യാഷ് ബേസിസ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് മിക്കവാറും ഓർഗനൈസേഷനുകൾക്കും ഇൻഅപ്രോപ്രിയേറ്റ് ആയിരിക്കും. കാരണം നമ്മൾ പ്രോഫിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ടോട്ടൽ റിസീപ്റ്റിൽ നിന്ന് ടോട്ടൽ ആ കൊല്ലത്തെ എക്സ്പെൻസ് കുറച്ചിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് കാണാം. അപ്പോൾ നമുക്ക് ചില കോസ്റ്റുകൾ എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ ആ ഇയറിൽ പേ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ പക്ഷേ അത് നമ്മൾ കൺസിഡർ ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ ആ കൊല്ലത്തെ പ്രോഫിറ്റ് ആവണമെന്നുണ്ടോ? ഇല്ല. അതുപോലെ ചില ഇൻകം നമുക്ക് ഈ കൊല്ലത്തിൽ കിട്ടേണ്ട ഇൻകം ആയിരുന്നു, പക്ഷേ നമുക്കത് കിട്ടിയില്ല. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത് ഈ കൊല്ലത്തെ പ്രോഫിറ്റിൽ ഇൻക്ലൂഡഡ് ആവേണ്ട എമൗണ്ട് ആണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു മെത്തേഡ്, കറക്റ്റായിട്ടുള്ളൊരു പ്രോഫിറ്റ് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ഫോളോ ചെയ്താൽ അത് പറ്റില്ല. ഇനി അക്രൂവൽ ബേസിസ് എന്ന് പറയുന്നതിൻ്റെ താഴെ കൊടുത്തേക്കുന്ന പോയിന്റ് എന്താണ്? ദിസ് ഈസ് എ most appropriate basis for the calculation of profit and expenses as expenses are matched against the revenue earned in relation. അപ്പോൾ അക്രൂവൽ ബേസിസ് പ്രകാരം നമ്മൾ പറഞ്ഞു ഒരു റവന്യൂ നമുക്കത് റിസീവ് ചെയ്യേണ്ട സമയം, അതുപോലെ തന്നെ ഒരു പേയ്മെൻറ്റ് നമ്മൾ പേ ചെയ്യേണ്ട ആ ഒരു ഡ്യൂ ആവണ സമയം, ആ സമയത്താണ് നമ്മൾ അതിനെ റെക്കഗ്നൈസ് ചെയ്യാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അക്രൂവൽ ബേസിസിൽ നമ്മൾ കറക്റ്റായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓരോ കൊല്ലത്തെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊല്ലത്തെ ഇൻകത്തിൽ നിന്ന് ആ കൊല്ലത്തെ എക്സ്പെൻസുകൾ കുറച്ചിട്ട് തന്നെയാണ് നമുക്ക് അക്രൂവൽ ബേസിസിൽ പ്രോഫിറ്റ് കിട്ടുന്നത് അല്ലെങ്കിൽ ലോസ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, അതൊരു കറക്റ്റായിട്ടുള്ളൊരു മെത്തേഡാണ്. ഇനി നമ്മൾ ക്യാഷ് ബേസിസിൻ്റെയും അക്രൂവൽ ബേസിസിൻ്റെയും ഒരു എക്സാമ്പിൾ പറയുകയാണ്. ക്യാഷ് ബേസിസിൻ്റെ ഒരു എക്സാമ്പിളാണ്, ഇഫ് ഓഫീസ് റെൻറ്റ് ഫോർ ദ മന്ത് ഓഫ് ഡിസംബർ 2020 ഇസ് പെയ്ഡ് ഇൻ ജനുവരി 2020 ഇറ്റ് വുഡ് ബി റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓൺലി ഇൻ ജനുവരി 2021. ഇനി ക്യാഷ് ബേസിസിൻ്റെയും അക്രൂവൽ ബേസിസിൻ്റെയും ഒരു എക്സാമ്പിൾ പറയാം. ക്യാഷ് ബേസിസിൻ്റെ എക്സാമ്പിളാണ്, ഇഫ് റെൻറ്റ് ഫോർ ദ മന്ത് ഓഫ് ഡിസംബർ 2020 ഈസ് പെയ്ഡ് ഇൻ ജനുവരി 2021 ഇറ്റ് വുഡ് ബി റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓൺലി ഇൻ ജനുവരി 2021. ക്യാഷ് ബേസിസ് പ്രകാരം നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഓഫീസിൻ്റെ റെൻറ്റ് നമുക്ക് പേ ചെയ്യേണ്ടത് ഡിസംബർ 2020 പക്ഷേ നമ്മളത് പേ ചെയ്തത് ജനുവരി 2021 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് ബേസിസ് പ്രകാരം അത് ജനുവരി 2021 നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ടായിട്ട് കാണിക്കാം. ഇനി അതേസമയം അക്രൂവൽ ബേസിസിലാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഇഫ് ഓഫീസ് റെൻറ്റ് ഫോർ ദ മന്ത് ഓഫ് ഡിസംബർ 2020 ഈസ് പെയ്ഡ് ഇൻ ജനുവരി 2021 ഇറ്റ് വിൽ ബി റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓൺലി ഇൻ ഡിസംബർ 2020. അക്രൂവൽ ബേസിസ് പ്രകാരം അത് ശരിക്കും റിസീവ് ചെയ്യേണ്ടത്, അതായത് ഓഫീസ് റെൻറ്റ് ശരിക്കും പേ ചെയ്യേണ്ടത് ഡിസംബർ 2020 അത് ഡിസംബർ 2020 എക്സ്പെൻസ് ആണ്. പക്ഷേ അത് നമ്മൾ പേ ചെയ്തത് ജനുവരി 2021 എങ്കിൽ കൂടി നമ്മളത് ഡിസംബർ 2020 ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ എക്സ്പെൻസ് ആയിട്ടാണ് നമ്മളത് ട്രീറ്റ് ചെയ്യുക. അതാണ് ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങും അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്.
Accounting standards are written policy documents covering the aspects of recognition, measurement, treatment, presentation, and disclosure of accounting transactions in a financial statement. Accounting standards എന്ന് പറയുന്നത് ഒരു റിട്ടൺ പോളിസി ഡോക്യുമെൻ്റ് ആണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യണം, അതിൻ്റെ എമൗണ്ട് എങ്ങനെ മെഷർ ചെയ്യണം, അതിനെ എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ, അതുപോലെ അതിനെങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, അതിനെങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ഒരു കാര്യമാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഈസ് ആൻ അതോറിറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂഡ് ബൈ ICAI, എ പ്രൊഫഷണൽ ബോഡി ഓഫ് അക്കൗണ്ടിങ് ഇൻ അവർ കൺട്രി. നമ്മുടെ രാജ്യത്തെ ഒരു പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് ബോഡിയായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ICAI ആണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ദ ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഈസ് ടു ബ്രിങ് യൂണിഫോമിറ്റി ഇൻ ഡിഫറെൻറ്റ് അക്കൗണ്ടിംഗ് പോളിസീസ് ഇൻ ഓർഡർ ടു എൻഹാൻസ് കമ്പയറബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ബോത്ത് ഇൻട്രാ ആൻഡ് ഇന്റർ എൻ്റർപ്രൈസസ്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിങ് പോളിസികളിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് പോളിസികളിൽ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരിക. അക്കൗണ്ടിങ് പോളിസികളിൽ എന്തിനാണ് യൂണിഫോമിറ്റി കൊണ്ടുവരുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കമ്പയറബിൾ ആവാൻ. അതിപ്പോൾ ഇൻ്റർ ഫേം കമ്പാരിസൺ ആണെന്നുണ്ടെങ്കിലും ഇൻട്രാ ഫേം കമ്പാരിസൺ ആണെന്നുണ്ടെങ്കിലും ഒക്കെ കമ്പാരിസന് വേണ്ടിയിട്ടാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. സച്ച് കമ്പാരിസൺ ആർ വെരി എഫക്റ്റീവ് ആൻഡ് വൈഡ്ലി യൂസ്ഡ് ഫോർ അസസ്മെൻറ്റ് ഓഫ് ഫേംസ് പെർഫോമൻസ് ബൈ ദ യൂസേഴ്സ് ഓഫ് ദ അക്കൗണ്ടിങ്. അപ്പോൾ അങ്ങനെ കമ്പാരിസൺ വന്നു കഴിഞ്ഞാൽ അത് യൂസേഴ്സ്, അതായത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ യൂസേഴ്സിന് അത് ഹെൽപ്ഫുള്ളായിരിക്കും. അതാണ് പറയുന്നത്. അടുത്തൊരു ടോപ്പിക്കാണ് ബെനിഫിറ്റ്സ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഇറ്റ് ഹെൽപ്പ് ഇൻ എലിമിനേറ്റിംഗ് വേരിയേഷൻസ് ഇൻ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ് ടു പ്രിപ്പയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഓരോ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റിലും വേരിയേഷൻസ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. കാരണം ഇത് ഓൾറെഡി ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഓരോ കൊല്ലം ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓരോ കൊല്ലം ചിലപ്പോൾ വേരിയേഷൻസ് വരാം. അതുപോലെ ഓരോ കമ്പനീസ് തമ്മിലും അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻ ചെയ്യുന്നതിൽ വേരിയേഷൻസ് വരാം. പക്ഷേ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു കാര്യം സെറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അങ്ങനെയുള്ള വേരിയേഷൻസ് ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പോയിൻ്റാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് മേ കോൾ for disclosure of certain information which may not be required by law, but such information might be useful for the general public, investors and creditors. Accounting standards ചില സമയത്ത് ലോ പറഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഡിസ്ക്ലോസ് ചെയ്യണം. എങ്കിൽ കൂടെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പറഞ്ഞിട്ടുണ്ടാവും ഈ ഇൻഫർമേഷൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളത്. ചിലപ്പോൾ അത് അത്ര റെലവൻ്റ് ആയിരിക്കില്ല. എങ്കിൽ കൂടെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പ്രകാരം അത് ഡിസ്ക്ലോസ് ചെയ്യണമായിരിക്കും. അങ്ങനെയുള്ള ചില കാര്യങ്ങളെന്ന് പറയുന്നത് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് എന്ന് പറയുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ. അതിപ്പോൾ മാനേജ്മെൻറ്റ് ആയിരിക്കാം, ക്രെഡിറ്റേഴ്സ് ആയിരിക്കാം, എംപ്ലോയീസ് ആയിരിക്കാം, ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പബ്ലിക് ആര് വേണമെങ്കിലും ആയിരിക്കാം. നമ്മളൊരു ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിരുന്നല്ലോ. അപ്പോൾ ഇതിൽ ആർക്ക് വേണമെങ്കിലും ആയിരിക്കാം. അവർക്ക് ചിലപ്പോൾ ഇത് ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനത്തെ ചിലപ്പോൾ ചെറിയൊരു ഇൻഫർമേഷൻ ആയിരിക്കും, പക്ഷേ അത് അവർക്ക് കിട്ടും. അത് അവർക്ക് ഡിസിഷൻ മേക്കിങ്ങിനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബെനിഫിറ്റാണ്. പിന്നെയുള്ളതാണ് ഇറ്റ് ഫെസിലിറ്റേറ്റ് കമ്പയറബിലിറ്റി ബിറ്റ്വീൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻ്റർ ആൻഡ് ഇൻട്രാ കമ്പനീസ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് എല്ലാ കമ്പനീസിനും ഒക്കെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് കമ്പാരിസൺ ഹെൽപ്പ് ചെയ്യും. അതിപ്പോൾ ഇൻ്റർ കമ്പനീസ് തമ്മിലായിരിക്കാം, അല്ലെങ്കിൽ ഇൻട്രാ കമ്പനീസ് ആയിട്ടായിരിക്കാം. എല്ലാ ലെവലിലും അത് കമ്പാരിസനായിട്ട് ഹെൽപ്പ് ചെയ്യും. Next ആണ് limitations of accounting standard. Accounting standard provide many alternative accounting treatment. Therefore, it becomes difficult for the company to choose best among them. Accounting standardൽ ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സിന്. അപ്പോൾ അതിൽ നിന്ന് ഒരു കമ്പനിക്ക് ബെസ്റ്റ് ചൂസ് ചെയ്യാന്ന് പറയുന്നത് ചിലപ്പോൾ ഡിഫിക്കൽട്ട് ആയിരിക്കും. രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ബ്രിങ് റിജിഡ്ലി ആൻഡ് ഇൻഫ്ലെക്സിബിലിറ്റി ഇൻ അപ്ലൈയിങ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ കൂടി സെറ്റ് ചെയ്തേക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ചെറിയൊരു ഡിഫറൻസ് പോലും വരുത്താനായിട്ട് പറ്റില്ല, ചെറിയ മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് ഇൻഫ്ലെക്സിബിൾ ആണെന്നാണ് പറയുന്നത്. മൂന്നാമതായിട്ട് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആർ ക്രിയേറ്റഡ് ആൻഡ് framed in accordance with prevailing law. Therefore, using these standards can limit and restrict their scope. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഓൾറെഡി പ്രിവെയിലിംഗ് ആയിട്ട് ഉള്ള ഒരു ലോയുടെ ബേസിസിലായിരിക്കും ക്രിയേറ്റ് ചെയ്ത് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ലോയുടെ
ആ ഒരു ലോയുടെ സ്കോപ്പിനെ റെസ്ട്രിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യാനോ ഉള്ള ചാൻസ് ഉണ്ട്. ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇറ്റ് ഇൻവോൾവ് ഹൈ ഇംപ്ലിമെൻറ്റേഷൻ കോസ്റ്റ്. അത് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ഇനീഷ്യലി അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഹൈ കോസ്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ടോപ്പിക്ക് applicability of accounting standards. Except the purely charitable organization which do not have any commercial, industrial and business activity, accounting standard is applicable to. പ്യുവർലി ആയിട്ടുള്ള ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് ഒഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ഓർഗനൈസേഷൻസിനും ഇത് അപ്ലിക്കബിൾ ആണ്. ഇത് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻ്റെ പേര് താഴെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് യൂണിറ്റ്സിന് അപ്ലിക്കബിൾ ആണ്, പാർട്ട്ണർഷിപ്പ് ഫേംസിന് അപ്ലിക്കബിൾ ആണ്, സൊസൈറ്റീസിന് അപ്ലിക്കബിൾ ആണ്, ട്രസ്റ്റിന്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, കമ്പനീസ്, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം എല്ലാവർക്കും ഇത് അപ്ലിക്കബിൾ ആണ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് നീഡ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് IFRS, International Financial Reporting System. In order to avoid manipulation of figures in the financial account, there is a need for consistent way of deciding which element requires recognition and measurement and how information is presented in the financial statement. Hence, IFRS helps to prevent മെറ്റീരിയൽ മാനിപ്പുലേഷൻ ഓർ എറേഴ്സ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം എന്തിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ചെയ്യുമ്പോൾ അതിനകത്ത് എറേഴ്സോ ബയാസസോ ഒന്നും വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കൺസിസ്റ്റൻറ്റ് വേ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കണം. അതായത് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കണം. എന്തിനൊക്കെ കൺസിസ്റ്റൻസി വേണം, എന്തൊക്കെ എലമെൻറ്റ്സ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ മെഷർ ചെയ്യണം, എങ്ങനെ ഓരോ ഐറ്റംസ് അല്ലെങ്കിൽ ഓരോ ട്രാൻസാക്ഷൻസ് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ച് ഒരു കൺസിസ്റ്റൻറ്റ് വേയിൽ നമ്മൾ പോയി കഴിഞ്ഞാലേ നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ എറർ ഇല്ലാണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം. രണ്ടാമത്തെ പോയിന്റ്, unless accounting activities are regulated, different countries will apply different set of accounting rules and regulations are prevailed in each country. This will restrict uniformity and comparability of financial statement. Hence, IFRS promote global standards for each of business growth. അപ്പോൾ ഓരോ രാജ്യങ്ങളും ഫോളോ ചെയ്യുന്നത് ഓരോ തരത്തിലുള്ള അക്കൗണ്ടിങ് റൂൾസും റെഗുലേഷൻസും ആണ്. അങ്ങനെ ആകുമ്പോൾ എന്താണ് പ്രശ്നം? ഒരു കമ്പയറബിലിറ്റി നമുക്ക് അവിടെ നടത്താനായിട്ട് ബുദ്ധിമുട്ടാണ്. ഒരു യൂണിഫോമിറ്റി ഇല്ല എൻ്റർപ്രൈസുകൾ തമ്മിൽ, ഓരോ രാജ്യത്തെ എൻ്റർപ്രൈസുകൾ തമ്മിൽ ഈ ഒരു യൂണിഫോമിറ്റി ഇല്ല. അങ്ങനെ യൂണിഫോമിറ്റി ഇല്ലാണ്ടാവുമ്പോൾ നമുക്ക് അവിടെ കമ്പയറബിലിറ്റി പറ്റില്ല, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം പ്രൊമോട്ട് ചെയ്യുന്നത് ഇങ്ങനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യാം, ഈ ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് യൂണിഫോമിറ്റി ഉണ്ടാവും, കമ്പയറബിലിറ്റിയും ഉണ്ടാവും. അതാണ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം എയിം ചെയ്യുന്നത്. മൂന്നാമതായിട്ട് ഫെസിലിറ്റേറ്റ് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ദ കൺവെർജൻസ് ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആൻഡ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഈസ് വാല്യുബിൾ പ്രോസസ് ദാറ്റ് contributes to the free flow of global investment and achieve substantial benefits for all capital market stakeholders. നമ്മൾ മുമ്പത്തെ പോയിന്റിൽ പറഞ്ഞു ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം ഫോളോ ചെയ്യുന്നത് വഴി എല്ലാ രാജ്യത്തെയും അക്കൗണ്ട്സ് തമ്മിൽ ഒരു യൂണിഫോമിറ്റി ഉണ്ടാവും, അപ്പോൾ ഒരു കമ്പയറബിലിറ്റി ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ കമ്പയറബിലിറ്റി ഉണ്ടാകുമ്പോൾ ഉള്ള വേറൊരു ഗുണമാണ് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഓരോ രാജ്യത്തെയും ബിസിനസ്സുകളും അല്ലെങ്കിൽ ഓരോ കമ്പനീസും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമ്പോൾ എന്തുണ്ടാവും, ഗ്ലോബലി പല പല രാജ്യങ്ങളിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പല കമ്പനീസിനും കിട്ടും. അപ്പോൾ എന്തുണ്ടാവും, കൂടുതൽ ഷെയർസ് ഉണ്ടാവും. അപ്പോൾ ഒരു ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റും IFRS ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറേ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കൊടുത്തിട്ടുണ്ടാവും, അതൊന്നും കാണാണ്ട് പഠിക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് GST ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അതിൻ്റെ എയിം തന്നെ വൺ കൺട്രി വൺ ടാക്സ് എന്നുള്ളതാണ്. GST ഈസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ഓൺ കൺസപ്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സോ സർവീസസോ ആരാണോ കൺസ്യൂം ചെയ്യുന്നത് അവരടക്കേണ്ടതാണ് GST. അതുകൊണ്ട് തന്നെ അതൊരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. ഫൈനൽ കൺസ്യൂമറാണ് ഈ GST പേ ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ടു ബി ലെവീഡ് അറ്റ് ദ സ്റ്റേജ് റൈറ്റ് ഫ്രം ദ മാനുഫാക്ചർ അപ് ടു ദ ഫൈനൽ കൺസംഷൻ വിത്ത് ക്രെഡിറ്റ് ഓഫ് ടാക്സ് പെയ്ഡ് അറ്റ് പ്രീവിയസ് സ്റ്റേജസ് അവൈലബിൾ ആസ് സെറ്റ് ഓഫ്. ഇത് പേ ചെയ്യുന്നത് മാനുഫാക്ചറിങ് സ്റ്റേജ് തൊട്ട് ഫൈനൽ കൺസംഷൻ വരെ ഈ GST ലെവി ചെയ്യുന്നുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഇത് പേ ചെയ്യുന്നത്
ആരാണോ ഇതിൻ്റെ ഫൈനൽ യൂസർ അവരാണ് ഇത് പേ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ഹോൾസെയിലേഴ്സിനും റീറ്റെയിലേഴ്സിനും മാനുഫാക്ചേഴ്സും ഒക്കെ പേ ചെയ്യുന്ന GST എന്ന് പറയുന്നത് അവർക്ക് ക്രെഡിറ്റ് ആയിട്ട് കിട്ടും, അവർക്ക് കുറവായിട്ട് കിട്ടും. The concept of destination-based tax on consumption implies has the tax would accrue to the taxing authority which has jurisdiction over the place of consumption, which is also termed as place of supply. ഇനി ഇതിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് എന്ന് പറയുമ്പോൾ അത് ആർക്കാണ്, ഏത് ടാക്സിങ് അതോറിറ്റിക്കാണ് അക്രൂവ് ആവുക എന്നുള്ളതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. അത് ആരാണോ ഫൈനൽ കൺസ്യൂമർ അവർ ഉള്ള സ്ഥലം അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഫൈനലി യൂസ് ചെയ്യുന്നത് എവിടെയാണോ ആ ഒരു പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ടാക്സിങ് അതോറിറ്റിക്കാണ് ഈ ടാക്സ് കൊടുക്കേണ്ടത്. അടുത്തത് GSTക്ക് 3 കമ്പോണൻസ് ഉണ്ട്: CGST, SGST ആൻഡ് IGST. CGST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, SGST എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, IGST എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. CGST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്: ടാക്സ് കളക്റ്റഡ് അണ്ടർ CGST വിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ദ റവന്യൂ ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. CGSTയുടെ കീഴിൽ കളക്ട് ചെയ്യുന്ന എമൗണ്ട് അല്ലെങ്കിൽ ആ ടാക്സ് എന്ന് പറയുന്നത് ആർക്കുള്ളതാണ്? സെൻട്രൽ ഗവൺമെൻറ്റിനുള്ളതാണ്. അപ്പോൾ SGSTയുടെ കീഴിൽ കളക്ട് ചെയ്യുന്നത് ആർക്കായിരിക്കും? ഒബിയസ്ലി സ്റ്റേറ്റ് ഗവൺമെൻറ്റിനായിരിക്കും. ഇനി IGSTയുടെ കേസ് പറയാമെന്ന് വെച്ചാൽ റവന്യൂ കളക്റ്റഡ് അണ്ടർ IGST ഈസ് ഡിവൈഡഡ് ബിറ്റ്വീൻ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആസ് പെർ ദ റേറ്റ് സ്പെസിഫൈഡ് ബൈ ദ ഗവൺമെൻറ്. IGSTയുടെ കീഴിൽ കളക്ട് ചെയ്യുന്ന ടാക്സ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും നേരത്തെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു ഗവൺമെൻറ് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന റേറ്റിൽ അവർ ഡിവൈഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുക. ഇനി GST വന്നപ്പോൾ അല്ലെങ്കിൽ ഇല്ലാണ്ടായി പോയ സെൻട്രൽ ഗവൺമെൻറ് ടാക്സുകളാണ് സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി, സ്പെഷ്യൽ എക്സൈസ് ഡ്യൂട്ടി, സെൻട്രൽ സെയിൽസ് ടാക്സ്. ഇതൊക്കെ GST വന്നതോടുകൂടെ ഇല്ലാണ്ടായി. അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ടാക്സുകളായ വാറ്റ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, ലക്ഷറി ടാക്സ്, എൻട്രി ടാക്സ് ഇതെല്ലാം GST മെർജ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതൊന്നുമില്ല, ഇപ്പോൾ GST മാത്രമേ ഉള്ളൂ. IGST ഈസ് ചാർജ്ഡ് ഓൺ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ. ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് നമ്മൾ IGST ചാർജ് ചെയ്യുന്നത്. ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ഓൾസോ കവേർഡ് അണ്ടർ IGST. നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ വേറെ രാജ്യങ്ങളിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അപ്പോഴും ലെവി ചെയ്യേണ്ടി വരും? IGST ആണ് ലെവി ചെയ്യുക. അപ്പോൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് സാധനങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സർവീസസ് അല്ലെങ്കിൽ ഗുഡ്സ് കൊടുക്കുന്ന സമയത്തും അതുപോലെ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്തും അപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ് IGST എന്ന് പറയുന്നത്. അപ്പോൾ CGSTയും SGSTയും എവിടെയായിരിക്കും അപ്ലിക്കബിൾ ആയിരിക്കുക? ഒരു സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ തന്നെ. ഇപ്പോൾ കേരളത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഗുഡ്സോ സർവീസസോ കൊടുക്കുന്നു. അപ്പോൾ ആ സമയത്ത് CGSTയും SGSTയും ആയിരിക്കും അപ്ലിക്കബിൾ. പക്ഷേ കേരളത്തിൽ നിന്ന് ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് എന്തെങ്കിലും ഒരു കാര്യം, ഒരു ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലെവി ചെയ്യുന്നത് IGST ആണ്. ഇവിടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ടാക്സ് 2 തരത്തിലായിട്ട് തിരിച്ചിട്ടുണ്ട്: ഇൻഡയറക്റ്റ്, ഡയറക്റ്റ്. ഡയറക്റ്റ് ടാക്സിൻ്റെ കീഴിൽ ഇൻകം ടാക്സ് മാത്രമേ ഉള്ളൂ. ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ കീഴിൽ സെൻട്രൽ ഉണ്ട്, സ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ സെൻട്രലിൻ്റെയും കീഴിൽ സർവീസ് ടാക്സ് ഉണ്ടായിരുന്നു, എക്സൈസ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, CST ഉണ്ടായിരുന്നു. സ്റ്റേറ്റിൻ്റെ കീഴിൽ വാറ്റ്, എൻട്രി ടാക്സ്, ഓക്ട്രോയ്, ലക്ഷറി ടാക്സ്. അങ്ങനെ ഈ ഉണ്ടായിരുന്ന ഇൻഡയറക്റ്റ് ടാക്സിനെ കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്തിട്ടാണ് എന്ത് വന്നത്? GST ഒറ്റ ടാക്സായിട്ട് വന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അപ്പോൾ ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് GST ഈസ് എ കോമൺ ലോ ആൻഡ് പ്രൊസീജിയർ ത്രൂ ഔട്ട് ദ കൺട്രി അണ്ടർ സിംഗിൾ അഡ്മിനിസ്ട്രേഷൻ. ഒരു കൺട്രിയിൽ മുഴുവൻ ഒറ്റ അഡ്മിനിസ്ട്രേഷൻ്റെ കീഴിലുള്ള ഒരു കോമൺ ലോ അല്ലെങ്കിൽ പ്രൊസീജിയറാണ് GST. രണ്ടാമതായിട്ട് GST ഈസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആൻഡ് levied at a single point of time of consumption of goods and service by the end consumer. ആരാണോ ഫൈനൽ കൺസ്യൂമർ അയാളാണ് GST പേ ചെയ്യേണ്ടത്. അതാണ് ആ പോയിന്റിൽ പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് എന്ന് പറയുന്നത്. ആ ഒരാൾ മാത്രമാണ് GST പേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. GST ഈസ് എ കോംപ്രഹെൻസീവ് ലെവി ആൻഡ് കളക്ഷൻ ഓൺ ബോത്ത് ഗുഡ്സ് ആൻഡ് സർവീസ് അറ്റ് ദ സെയിം റേറ്റ് വിത്ത് ബെനിഫിറ്റ്സ് ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആൻഡ് സബ്സ്ട്രാക്ഷൻ ഓഫ് വാല്യൂ. ഇപ്പോൾ GST എന്ന് പറയുന്നതിൽ ബോത്ത് കളക്ഷനും വരുന്നുണ്ട്, ലെവിയും വരുന്നുണ്ട്. അതായത് ഇപ്പോൾ
എൻഡ് കൺസ്യൂമർ ഒഴിച്ച് ബാക്കിയുള്ള ആളുകളെല്ലാവരും GST പേ ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്ക് അത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് അവർക്ക് ആ പൈസ തിരിച്ച് കിട്ടുന്നുമുണ്ട്. അപ്പോൾ ഇതിനകത്ത് പേയ്മെൻറ്റും വരുന്നുണ്ട്. പക്ഷേ പേ ചെയ്യുന്നത് ശരിക്കും ആ എൻഡ് യൂസർ മാത്രമാണ് GST പേ ചെയ്യേണ്ടി വരുന്നുള്ളൂ. പക്ഷേ അല്ലാത്ത ആളുകൾ പേ ചെയ്തിട്ട് പിന്നീട് അവർക്ക് അതിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുന്നുണ്ട്. നാലാമതായിട്ട് മിനിമം നമ്പർ ഓഫ് റേറ്റ് ഓഫ് ടാക്സ് ഡസ് നോട്ട് എക്സീഡ് 2%. മിനിമം റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് 2%ലും കൂടാനായിട്ട് പാടില്ല. ദർ ഈസ് നോ സ്കോപ്പ് ഫോർ ലെവി ഓഫ് സെസ്, റീസെയിൽ ടാക്സ്, അഡീഷണൽ ടാക്സ്, ടേൺ ഓവർ ടാക്സ് എക്സെട്ര. നമുക്ക് ഈ GST അപ്ലിക്കബിൾ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് അഡീഷണൽ ടാക്സോ റീസെയിൽ ടാക്സ് ടേൺ ഓവർ ടാക്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. ദർ ഈസ് നോ മൾട്ടിപ്പിൾ ലെവി ഓഫ് ടാക്സ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് സച്ച് എസ് സെയിൽ ടാക്സ്, എൻട്രി ടാക്സ്, ഓക്ട്രോയ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ആൻഡ് ലക്ഷറി ടാക്സ്. വേറെ ഇപ്പോൾ GST അപ്ലിക്കബിൾ ആയിക്കഴിഞ്ഞാൽ പിന്നെ വേറൊരു ടാക്സും, അതായത് സെയിൽ ടാക്സ്, എൻട്രി ടാക്സ്, ഓക്ട്രോയ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, ലക്ഷറി ടാക്സ് ഇതൊന്നും തന്നെ പിന്നെ അപ്ലിക്കബിൾ ആയിരിക്കില്ല. അടുത്തതായിട്ട് അഡ്വാൻറ്റേജസ് ഓഫ് GST. വൺ നേഷൻ വൺ ടാക്സ്. ഒരു നേഷന് ഒറ്റ ടാക്സ് ആണുള്ളത്, അതാണ് ആദ്യത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമതായിട്ട് റിമൂവൽ ഓഫ് ബണ്ടിൽഡ് ഇൻഡയറക്റ്റ് ടാക്സ് സച്ച് എസ് VAT, CST, സർവീസ് ടാക്സ്, CAD, SAD ആൻഡ് എക്സൈസ് ടാക്സ്. ഒരുപാട് ഇൻഡയറക്റ്റ് ടാക്സുകൾ നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഒഴിവാക്കിയിട്ട് ഒറ്റ ടാക്സായി. അപ്പോൾ ഒരു ബണ്ടിൽമെൻറ്റ് ഒഴിവാക്കി. റിമൂവൽ ഓഫ് കാസ്കേഡിംഗ് എഫക്റ്റ് ഓഫ് ടാക്സ് റിമൂവ്സ് ടാക്സ് ഓൺ ടാക്സ്. അതായത് ഓൾറെഡി ഒരു ടാക്സ് അപ്ലൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും അതിന് വേറെയും ടാക്സുകളൊക്കെ അപ്ലിക്കബിൾ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഒറ്റ ടാക്സ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഡ്യൂപ്ലിക്കേഷൻ ഇല്ല. ഒറ്റ തവണയാണ് ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നുള്ളൂ, വേറെ ടാക്സുകളൊന്നും അതിന് പേ ചെയ്യേണ്ടി വരുന്നില്ല. ഇൻക്രീസ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. അപ്പോൾ ഒറ്റ ടാക്സ് ആകുമ്പോൾ നമുക്ക് ചിന്തിച്ചാൽ തന്നെ അറിയാൻ പറ്റും, ബിസിനസ് ചെയ്യുമ്പോൾ അത് എളുപ്പമാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരുപാട് തരം ടാക്സുകൾ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചിട്ട് പ്രൊസീജിയേഴ്സ് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ഇപ്പോൾ ഒറ്റ ടാക്സ് ആകുമ്പോൾ എന്തായി ബിസിനസ് കുറച്ചും കൂടി എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. ലോവർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, increased demand will leads to increased supply, hence this will ultimately leads to rise in the production of goods and services, resultantly boost to make in India initiative. ഒരുപാട് ടാക്സുകൾ വെട്ടിക്കുറച്ച് ഒറ്റ ടാക്സ് ആയപ്പോൾ എന്തുണ്ടായി? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറഞ്ഞു. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറഞ്ഞപ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു, സപ്ലൈയും ഇൻക്രീസ് ചെയ്തു. അപ്പോൾ എന്തുണ്ടായി? പ്രൊഡക്ഷൻ കൂടി. അപ്പോൾ അതൊരു മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആ ഒരു കാര്യത്തിലേക്ക് അതൊരു ബൂസ്റ്റിംഗ് എലമെൻ്റ് ആയിട്ട് മാറി, ഹെൽപ്പ് ചെയ്തു. It will boost export and manufacturing activities, generate more employment and thus increase GDP with a gainful employment, leading to substantiative economic growth. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ എന്തുണ്ടായി? എക്സ്പോർട്ട് കൂടി. ഒറ്റ ടാക്സ് ആണുള്ളൂ, അപ്പോൾ എക്സ്പോർട്ട് കൂടി. മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൊഡക്ഷൻ കൂടിയെന്ന്, അപ്പോൾ അതുപോലെ മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് കൂടി. അപ്പോൾ അതുവഴി എന്തുണ്ടായി? എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടി. അപ്പോൾ നമ്മുടെ GDP ഇൻക്രീസ് ചെയ്തു. അങ്ങനെ ഒരു എക്കണോമിക് ഗ്രോത്തിലേക്ക്, അൾട്ടിമേറ്റ്ലി എക്കണോമിക് ഗ്രോത്തിലേക്ക് അത് ലീഡ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് GSTയുടെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി GSTന് രണ്ട് തരത്തിലുള്ള മൂവ്മെൻറ്റ് ഉണ്ട്. ഒന്ന് ഇൻട്രാ സ്റ്റേറ്റ് മൂവ്മെൻറ്റും ഇൻ്റർ സ്റ്റേറ്റ് മൂവ്മെൻറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ IGST, CGST, SGST ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻട്രാ സ്റ്റേറ്റ് മൂവ്മെൻറ്റ്സിലാണ് നമുക്ക് CGSTയും SGSTയും വരുന്നത്. നമ്മൾ പറഞ്ഞു CGST ലെവി ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്, SGST ലെവി ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. IGST ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട്ലി സെൻട്രൽ ഗവൺമെൻറ്റും പാർട്ട്ലി സ്റ്റേറ്റ് ഗവൺമെൻറ്റും അങ്ങനെയാണ്. അപ്പോൾ ഇൻ്റർ സ്റ്റേറ്റ് മൂവ്മെൻറ്റിനാണ് നമുക്ക് IGST വേണ്ടു. ഇൻട്രാ സ്റ്റേറ്റ് മൂവ്മെൻറ്റ്സിനെ എല്ലാം തന്നെ നമ്മൾ CGSTയും SGSTയും ആണ് ഉപയോഗിക്കുക. അപ്പോൾ അത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.